കർണാടക ചിക്മംഗ്ലൂരിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചേക്കും. നിലവിൽ യാത്രാസംഘം സഞ്ചരിച്ച സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, ചിലരുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ ഇതുൾപ്പെടെ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സജു ചാമക്കാലയിലാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. സജു, ഗുഡ് മോർണിംഗ്. ഈ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. ഈ കർണാടക പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് ഇനി? സജു. ഉമേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് കർണാടക പോലീസ്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞിരുന്നതുപോലെ അസ്വാഭാവിക മരണമുണ്ടെന്ന ആരോപണം ഇപ്പോൾ കർണാടക പോലീസ് തള്ളുകയാണ്. പ്രത്യേകിച്ച് കുട്ടി വീണതോ അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിന് എന്തെങ്കിലും പശ്ചാത്തലത്തിൽ കുട്ടി ഇതിന്റെ മുകളിൽ നിന്ന് ചാടിയതാകാമെന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് തന്നെയാണ്. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറച്ച് വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോൺ കോൾ രേഖകളോ ഒപ്പം തന്നെ ഇവർ മുൻപ് സഞ്ചരിച്ച സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ച് അതിനുള്ള അന്വേഷണം നടക്കുകയാണ്. അതായത് ഈ സംഭവത്തിന് തൊട്ട് മുൻപ് കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആരുമായെങ്കിലും ഫോൺ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾക്ക് പോലീസ് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഒന്നുകിൽ ഇതിന് മുകളിൽ നിന്ന് വീണതോ അല്ലെങ്കിൽ താഴേക്ക് ചാടിയതോ ആകാമെന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കർണാടക പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിനും അന്വേഷണവുമായി കർണാടക പോലീസ് പാലക്കാട് എത്താനുള്ള സാധ്യതയും ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് ഇപ്പോൾ കർണാടക പോലീസ് വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.